മഴക്കാലം ആരംഭിച്ചതോടെ ഓരോ പാരൻസിനും കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ടെൻഷനായിരിക്കും. സ്കൂൾ തുറന്ന സമയം കൂടിയായതിനാൽ പകർച്ചവ്യാധികളും മറ്റ് മഴക്കാല രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ആദ്യം തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ കൊടുത്താൽ ഇത്തരം പകർച്ചവ്യാധികളിൽ നിന്ന്, മഴക്കാല രോഗങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കും. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് മഴക്കാലത്താണ്. ഈയൊരു സീസണിൽ പ്രതിരോധശേഷി കുറവായതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ കുട്ടികളിൽ അണുബാധ പോലുള്ള അസുഖങ്ങൾ പിടിപെടാം. കൂടാതെ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണങ്ങൾ, ധരിക്കുന്ന ഡ്രസ്സുകൾ തുടങ്ങി എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധ കൊടുത്താൽ രോഗങ്ങളെ തടയാൻ സാധിക്കും. മഴക്കാലത്ത് ഈർപ്പവും നനവും കൂടുതലായതിനാൽ പെട്ടെന്ന് അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വീടിന് പുറത്തിറങ്ങുമ്പോൾ കുടയും റെയിൻകോട്ടും കരുതാൻ മറക്കരുത്. കൂടാതെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ അവരെ കുളിപ്പിച്ച് വൃത്തിയുള്ള ഉണങ്ങിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കാം. മഴക്കാലമാണെങ്കിലും ചിലപ്പോൾ പകൽ സമയത്ത് ചെറിയ ചൂടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ മഴക്കാലത്ത് രാത്രിയിൽ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ സോഫ്റ്റായ കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ കുട്ടികളെ ധരിപ്പിക്കാം. എന്നാൽ രാത്രികാലങ്ങളിൽ ഫുൾ സ്ലീവുള്ള ഉടുപ്പുകൾ ധരിപ്പിക്കുന്നത് ചൂട് നൽകാൻ സഹായിക്കും. അതുപോലെ ചെറിയ കുട്ടികൾ മഴക്കാലമായാൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് പതിവാണ്. ആയതിനാൽ ഫംഗൽ അണുബാധയും നനവും തടയാൻ ഡയപ്പർ ഇടയ്ക്കിടെ മാറ്റിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൊതുക് കടിയേൽക്കാതെ ശ്രദ്ധിക്കണമെന്നത്. കൊതുക് കടിയേറ്റാൽ ഡെങ്കി, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് വരാം. അതുകൊണ്ട് ശരീരം പുറത്തു കാണാത്ത തരത്തിലുള്ള അയഞ്ഞതും ഫുൾ സ്ലീവ് ആയതുമായ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ ചെറിയ കുട്ടികളാണെങ്കിൽ കൊതുക് വല ഉപയോഗിച്ചും മുതിർന്ന കുട്ടികൾക്ക് ചൈൽഡ് സേഫായ മോസ്കിറ്റോ റിപ്പലന്റ് ക്രീമുകൾ പുരട്ടിയും കൊതുക് കടിയേൽക്കുന്നത് തടയാം. മഴ പെയ്ത് കുടിവെള്ളം മലിനമാകാൻ സാധ്യതയുണ്ട്. കൂടാതെ അഴുക്ക് ജലത്തിലൂടെ ഡയേറിയ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരാം. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമോ ഫിൽറ്റർ ചെയ്ത RO വാട്ടറോ കുടിക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ ഇടയ്ക്കിടെ കൈകൾ കഴുകുന്നത് ഡയേറിയയിൽ നിന്ന് സംരക്ഷണമേകും. അതുപോലെ മഴക്കാലത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കാം. കൂടാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഫ്രഷായ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പോഴും കുട്ടികളിൽ ആരോഗ്യകരമായ ഭക്ഷണമാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒഴിവാക്കി വാഴപ്പഴം, മാതളം, പപ്പായ തുടങ്ങിയ സീസണൽ ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഇടയ്ക്കിടെ ഉൾപ്പെടുത്താം. കൂടാതെ ആൻറ്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയവയും നൽകാം. അതേസമയം ബീട്രൂട്ട് കുട്ടികൾക്ക് നൽകി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാം. പക്ഷേ നേരത്തെ കട്ട് ചെയ്തു വെച്ച പഴങ്ങളും സാലഡും ഒഴിവാക്കണം. കൂടാതെ പ്രതിരോധ ശക്തി കൂട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കുട്ടികൾക്ക് നൽകാം. കുട്ടികൾക്ക് നൽകേണ്ട വാക്സിനേഷനുകൾ മുടങ്ങാതെ ശ്രദ്ധിക്കണം. കൂടാതെ വീട്ടിൽ രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കുട്ടികളെ വിടാതെയും ശ്രദ്ധിക്കാം. മഴ ആസ്വദിച്ചും മഴ കൊണ്ടും കുട്ടികൾ വളരട്ടെ. പക്ഷേ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ അല്പമൊന്ന് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി.